ഫിറ്റ്നസ് ട്രെയിനേഴ്സ് അസോസിയേഷനായ HFTTയുടെ ഫിറ്റ് കേരള 2025 എന്ന മൂവ്മെന്റ് ഭാഗമായിട്ടാണ് ഈ ഒരു പോഡ്കാസ്റ്റ് സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. വിമൻസ് ഡേയോട് അനുബന്ധിച്ച് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് മെൻസ്ട്രൽ ഹെൽത്ത് ആണ്. അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് എത്തിയിരിക്കുന്നത് ഡോക്ടർ ശാന്തി ഗംഗയാണ്. വെൽക്കം മാം ടു ദ ഷോ. താങ്ക് യു. ശാന്തി ഗംഗ മാഡത്തിന് ആയുർ മന്ത്ര എന്നൊരു ക്ലിനിക്കുമുണ്ട്. 10 വർഷത്തോളമായി അവർ ഈ ഒരു ഫീൽഡിൽ. സോ മാം ആയുർവേദത്തിൽ ബാച്ചിലർ ഡിഗ്രി എടുത്തതിന് ശേഷം കോസ്മെറ്റോളജി, പിന്നെ പഞ്ചകർമ്മ, സ്പോർട്സ് ന്യൂട്രീഷൻ, അങ്ങനെ ഒരുപാട് കോഴ്സുകൾ പിന്നെയും മാം ചെയ്തുകൊണ്ടിരിക്കുന്നില്ലേ? അതുകൂടാതെ മാം ഈ ഒരു പോഡ്കാസ്റ്റിന് വരുന്നതിന് മുമ്പും മാം എന്തോ ഒരു കോഴ്സ് ചെയ്തതിന് ശേഷമല്ലേ വരുന്നത്. സോ ലൈഫ് ലോങ് ലേണിംഗ് തന്നെയാണ് അല്ലേ? നമ്മുടെ ഒന്ന് മെഡിക്കൽ ഫീൽഡ് ആണല്ലോ. മെഡിക്കൽ ഫീൽഡിൽ നിൽക്കണമെങ്കിൽ ലൈഫ് ലോങ് ലേണിംഗ് ഒരു മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ 10 വർഷമായിട്ട് സ്വന്തം ക്ലിനിക്ക് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആയുമന്ത്ര എന്നാണ് അതിൻ്റെ പേര്. ഞാൻ ആയുർവേദത്തിൽ ഈ പറഞ്ഞ പോലെ BAMS ബാച്ചിലർ ഡിഗ്രി എടുത്തതാണ്. അതിനുശേഷം പിന്നെ ഞാൻ വിമൻസ് ഹെൽത്തിനകത്ത് കുറച്ച് ഹയർ സ്റ്റഡീസ് ചെയ്തു. പിന്നെ റീസെൻ്റ്ലി ഞാൻ ന്യൂട്രീഷൻ എനിക്ക് PG ഡിപ്ലോമ ഉണ്ട്. അതിന് കൂടാതെ ഞാനിപ്പോൾ ക്ലിനിക്കൽ ന്യൂട്രീഷനും സ്പോർട്സ് ന്യൂട്രീഷനും. അപ്പോൾ സ്പോർട്സ് ന്യൂട്രീഷനാണ് ഇപ്പോൾ വളരെ റീസെൻ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം മാമിൻ്റെ ഈ പ്രാക്ടീസും ഈ സ്റ്റഡീസും എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ അപ്പം അതൊരു ബുദ്ധിമുട്ടുണ്ടോ? എങ്ങനെയാണ് അത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത്? അത് എങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നത് എന്നുള്ളത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. പക്ഷെ അത് രണ്ടും ബാലൻസ് ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഒരു ഭാഗത്തുകൂടെ സ്റ്റഡീസും നടക്കുന്നുണ്ട്, ഒരു ഭാഗത്തു കൂടെ എൻ്റെ കൺസൾട്ടേഷനും പിന്നെ ക്ലിനിക്കിന്റെ കാര്യങ്ങളൊക്കെ വലിയ ബുദ്ധിമുട്ടില്ലാതെ സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട്. അതുകൂടാതെ മാം സ്കൂളുകളിൽ, കോളേജുകളിലൊക്കെ ഈ ഒരു അവയർനെസ് ക്ലാസ് ഗവൺമെന്റ് ഭാഗമായിട്ട് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടൊക്കെ മാം ക്ലാസ്സുകൾ എടുക്കാൻ ചെയ്യാറുണ്ട്. അവയർനെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. നമ്മൾ മെഡിസിൻ കൊടുക്കുന്നതിൽ ഇമ്പോർട്ടൻ്റ് ആണ് അവയർനെസ് എന്ന് പറയുന്നത്. ആൾക്കാർക്ക് എന്താണ് ബുദ്ധിമുട്ട് എന്നുള്ളതിൻ്റെ ഒരു അവയർനെസ് ആണ് നമ്മൾ കൂടുതൽ കൊടുക്കാറുള്ളത്. ലൈഫ് സ്റ്റൈൽ ക്ലാസ്സസ് ചെയ്യാറുണ്ട്. സ്കൂൾസിനൊക്കെ കൊടുക്കുന്നത് ഗവൺമെന്റിന് തന്നെ സൗഹൃദ ക്ലബിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രോജക്റ്റ് ഉണ്ട്. അതായത് മെൻസ്ട്രൽ ഹെൽത്ത് അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. അപ്പോൾ മെൻസ്ട്രുവേഷൻ മാത്രമല്ല, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ആണ്. ഗേൾസിനും ബോയ്സിനും കൊടുക്കുന്നതാണ്. പക്ഷെ കൂടുതലായിട്ട് നമ്മൾ മെൻസ്ട്രൽ ഹെൽത്തിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. അത് പൊതുവെ 11th സ്റ്റാൻഡേർഡിലെ കുട്ടികൾക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് പിന്നെ കോളേജിൽ നിന്നൊക്കെ വിളിക്കുമ്പോൾ അങ്ങോട്ടേക്കും പോകാറുണ്ട്, അതിനെപ്പറ്റി സംസാരിക്കാറുണ്ട്. ഒരുപാട് മെൻസ്ട്രൽ ഇഷ്യൂസ് ഇപ്പം ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അതിനെയൊക്കെ അഡ്രസ്സ് ചെയ്യാനും ഗവൺമെന്റിന് തന്നെ ഒരു സിലബസ് ഉണ്ട്. സിലബസ് മാത്രമല്ല, അവർ കുട്ടികളുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് സപ്ലിമെന്റ്സ് ഒക്കെ സ്കൂൾ വഴി പ്രൊവൈഡും ചെയ്യാറുണ്ട്. സപ്ലിമെന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഗവൺമെന്റ്. അതെ. റീസെന്റ് ആയിട്ട് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ ഒരു റിപ്പോർട്ട് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. 10ല് 5 കുട്ടികൾക്കും ഈ അനീമിയയുടെ പ്രോബ്ലം ഉണ്ട്. ഐ മീൻ അയൺ ഡെഫിഷ്യൻസി കാരണമല്ലേ ഇത് വരുന്നത്. അപ്പൊ മാം ഈ സ്കൂളുകളിലൊക്കെ പോകുമ്പോൾ അങ്ങനത്തെ ഇഷ്യൂസ് അഡ്രസ് ചെയ്യാറുണ്ട് അവര്? നമ്മള് കുട്ടികളുമായിട്ട് സംസാരിക്കുമ്പോൾ അത് ഇതിന്റെ ഒരു ഭാഗമാണ് അയൺ ഡെഫിഷ്യൻസി. ഒരു ആവറേജ് ഇന്ത്യൻ ഒരു കണക്ക് പ്രകാരം 12 വയസ്സ് മുതൽക്ക് കുട്ടികൾക്ക് മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. ഇപ്പം അതിലും നേരത്തെ തന്നെ മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ആ സമയത്ത് ഉണ്ടാവുന്ന ചില ഹോർമോണൽ ഫ്ലക്ച്വേഷനും പിന്നെ അതിന് പുറമെ കുട്ടികൾ ആ സമയത്ത് മര്യാദയ്ക്ക് ഫുഡ് കഴിക്കാത്തതുകൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അയൺ ഡെഫിഷ്യൻസി ഉണ്ടാവുകയും അതിന്റെ ഭാഗമായിട്ട് ഹീമോഗ്ലോബിൻ കുറയുമ്പോഴാണ് നമ്മൾ അനീമിക് ആവുന്നത്. പിന്നെ ഈ പീരിയഡ്സിന്റെ സമയത്ത് തന്നെ ഒരു 30 മുതൽ 60 ml വരെ ബ്ലഡും ശരീരത്തിൽ നിന്ന് പോകുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ ആ രീതിയിൽ അയൺ റിച്ച് ആയിട്ടുള്ള നമ്മൾ ഈ പറയുന്ന പോലെ ഇലക്കറികള് അല്ലെങ്കിൽ ബീട്രൂട്ട്, റെഡ് മീറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കുക. അല്ലെങ്കിൽ കുറച്ച് അയൺ സപ്ലിമെന്റ്, അയൺ ടാബ്ലറ്റ്സ് ആയിട്ടും ക്യാപ്സ്യൂൾസ് ആയിട്ടും ഉണ്ട്. പിന്നെ ആയുർവേദത്തിലാണെങ്കിൽ ഞങ്ങൾ ചില മരുന്നുകൾ അത് എത്രയാണ് HB ലെവൽ എന്നൊക്കെ നോക്കി അതിനനുസരിച്ചിട്ട് മരുന്നും അതിന്റെ ഡോസേജുമായിട്ട് കൊടുക്കാറുണ്ട്. മാം നേരത്തെ പറഞ്ഞു ഈ ഒരു ഇന്ത്യൻ ഏജ് പ്രകാരം ഒരു 12 എബോ ആണ് ഈ ഒരു മെൻസ്ട്രൽ സൈക്കിളോട്ട് കുട്ടികൾ എത്തുന്നത്. അപ്പം കുറെ ഈ ഏജിന് മുമ്പേ, അതായത് 12 വയസ്സിനൊക്കെ മുമ്പേ ഇപ്പം കൂടുതൽ കുട്ടികളും ഈ ഒരു മെച്ചൂർ സ്റ്റേജിലോട്ട് എത്തുന്നുണ്ടല്ലോ. അപ്പൊ അത് ഇവർക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുമോ? ഇവരെ മെന്റൽ ഹെൽത്തിനെ അത് ബാധിക്കുന്നുണ്ട്? എങ്ങനെയാണ് അവരെ? ഡെഫിനറ്റ്ലി അത് അവരെ ബുദ്ധിമുട്ടിപ്പിക്കുമല്ലോ. ഒന്നെന്താന്ന് വെച്ചാൽ നമുക്ക് എത്രത്തോളം കുറച്ചും കൂടെ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് ഈ മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു ഫിസിയോളജിക്കൽ പ്രോസസ് ആണ്. പക്ഷെ ആ സമയത്ത് നമ്മൾ ബോഡീനെ ടേക്ക് കെയർ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതിന്റെ കുറെ ബുദ്ധിമുട്ടുകൾ മാനേജ് ചെയ്യുക, അല്ലെങ്കിൽ അതിൽ വരുന്ന ക്രാമ്പ്, പെയിൻ അത് മാനേജ് ചെയ്യാൻ പഠിക്കുക. പിന്നെ ഹൈജീൻ പാർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെൻസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ തന്നെ ആ ഹൈജീൻ പാർട്ട് അത്രയും നന്നായിട്ട് നോക്കാൻ പറ്റണം. അപ്പൊ ഈ 12 വയസ്സാവുമ്പോൾ തന്നെ കുട്ടികൾ മെച്ചൂർഡ് ആവുന്നില്ല. അതിന് മുമ്പേ തന്നെ ഇങ്ങനെയൊക്കെ വരുമ്പോൾ അത് അവരെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുക, അല്ലെങ്കിൽ അത്രയും എന്താ പറയാ അത്രയും മെച്ചൂർഡ് ആവുന്നില്ല. അപ്പൊ ആ ഫിസിക്കലിയുള്ള ചേഞ്ചസ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. പിന്നെ പല കമ്മ്യൂണിറ്റിയിലാണെങ്കിലും അല്ലെ പല ഹൗസ് ഹോൾഡിലാണെങ്കിലും ഇപ്പോഴും മെൻസ്ട്രേഷൻ ഒക്കെ ഒരു ടാബു ആണ്.
അപ്പൊ അതെങ്ങനെ നമ്മൾ ഡീൽ ചെയ്യണം, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഞാൻ കണ്ടിട്ടുണ്ട് ചില കുട്ടികൾക്ക് മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും. ഇത് ആവുമ്പോൾ ഒരു നോർമൽ ഏജിൽ തന്നെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ കുറച്ചും കൂടെ ചെറിയ പ്രായത്തിലാവുമ്പോൾ അത് ഹാൻഡിൽ ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്നുള്ളത്, അതെ, ആ ഒരു ആക്സെപ്റ്റൻസ് പ്രശ്നം കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. ഇത് ലൈഫ് സ്റ്റൈൽ കൊണ്ടാണോ ഇത് വരുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഫുഡോ? അങ്ങനെ സാധാരണ ഇത് മുന്നത്തെ കാലത്ത് ഇത് കണ്ടുവന്നിട്ടുണ്ടാവില്ലല്ലോ, ഈ ഒരു കാലത്തല്ലേ കൂടുതലായിട്ടും ഈ ഒരു ചെറിയ ഏജിൽ തന്നെ വരുന്നുണ്ട്. അപ്പം ഫുഡിന് ഇതിൽ റോൾ ഉണ്ടോ, ഡയറ്റിൽ റോൾ ഉണ്ടോ? തീർച്ചയായിട്ടും ലൈഫ് സ്റ്റൈലിന് ഇതിൽ എന്തായാലും ഒരു റോൾ ഉണ്ടാവും. കാരണം ഹോർമോൺസ് അതിൻ്റെതായ ആ ഒരു പീക്ക് സ്റ്റേജിൽ എത്തുന്ന സമയത്താണ് നമുക്ക് മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ വളരെ സയന്റിഫിക് ആയിട്ടൊന്നും പോകുന്നില്ല, പക്ഷേ യെസ്, ആ ഒരു ഇംബാലൻസ് അല്ലെങ്കിൽ അത് നേരത്തെ ബോഡീനെ ഫിസിയോളജിക്കലി മെച്യൂർഡ് ആക്കുന്നതുകൊണ്ടായിരിക്കണം മെൻസ്ട്രേഷൻ നേരത്തെ വരുന്നത്. അതിന്റെ ഒരു റീസൺ എപ്പോഴും ഫുഡ് തന്നെയാണ്. നമ്മൾ കഴിക്കുന്ന ഫുഡ്, അല്ലെങ്കിൽ നമ്മൾ കടന്നു പോകുന്ന ആ ഒരു ലൈഫ് സ്റ്റൈല്, നമ്മൾ ജീവിക്കുന്ന എൻവയൺമെന്റ്, ഇതൊക്കെ അതിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടാവാം. ഫുഡ് എന്ന് പറയുമ്പോൾ മാമിന് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് ജങ്ക് ഫുഡ് അല്ലെങ്കിൽ ജങ്ക് ഫുഡ് ഒക്കെ എന്തായാലും നമ്മുടെ മെറ്റബോളിസത്തിനെയൊക്കെ കുറെ എഫക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഒന്നും നമുക്ക് വളരെ ഒത്തന്റിക് ആയിട്ടോ അല്ലെങ്കിൽ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്തോ പറയാൻ പറ്റില്ല. എന്നാലും പറയുന്നുണ്ട്, ഇന്നത്തെ കാലത്ത് നമുക്ക് കിട്ടുന്ന നോൺ വെജിറ്റേറിയൻ ഫുഡ്, അല്ലെങ്കിൽ ഈവൻ വെജിറ്റബിൾസിന്റെ അകത്ത് ഉണ്ടാക്കുന്ന പെസ്റ്റിസൈഡ്സ്, അങ്ങനെയുള്ളതെല്ലാം ഇതിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടാവും എന്നുള്ളത്. ഓവറോൾ എല്ലാ രീതിയിലും എൻവയൺമെന്റ് എഫക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ചേഞ്ചസ് വരുന്നത്. അതെ, തീർച്ചയായിട്ടും. അതെ. പിന്നെ മാം, ഈ പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം, അതായത് മൂഡ് സ്വിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ആക്ച്വലി ഈ മൂഡ് സ്വിങ്സ് മെയിൻ ആയിട്ട് കാണാൻ ഈ പീരീഡിന്റെ സമയത്താണോ അതോ അതിന്റെ തൊട്ട് മുമ്പേ ആണോ ഈ കൂടുതലായിട്ടുണ്ടാവും? നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരുപാട് നമ്മൾ വീഡിയോസ് കാണും, അങ്ങനെ അവർ എന്താ പറയുക, ഒരു പെർട്ടിക്കുലർ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക, ഭയങ്കരമായിട്ട് മൂഡ് സ്വിങ് ഉണ്ടാവുന്നൊക്കെ ഒരുപാട് റീൽസും ഷോർട്സും ഒക്കെ കാണുന്നുണ്ടല്ലോ. അപ്പം ഞാൻ എൻ്റെ വീട്ടിലൊന്നും കണ്ടുവന്നിട്ടില്ല അങ്ങനെ. അപ്പോൾ അതുകൊണ്ടാണ് ചോദിക്കുന്നത്, അത് ആക്ച്വലി അങ്ങനെ സമൂഹത്തിലുണ്ടോ അതോ ജസ്റ്റ് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരു ഷോ ഓഫിന് വേണ്ടി കാണിക്കുന്നതാണോ? ഇൻസ്റ്റഗ്രാമിൽ കാണിക്കുന്നത് ഡെഫിനറ്റ്ലി കുറച്ച് ഓവർ ആയിട്ടുള്ള, അല്ലെങ്കിൽ അതിനെ പൊലിപ്പിച്ച് കാണിക്കണം, അതിന്റെ ഒരു എക്സാജറേറ്റഡ് വേർഷൻ ആണ്. PMS എന്ന് പറയുന്ന കണ്ടീഷൻ, അല്ലെങ്കിൽ പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം, അതാണ് അതിന് പറയുക. അത് പീരിയഡ്സിന്റെ സമയത്തല്ല, ആ ഒരു പീരിയഡ്സ് ഡേറ്റിന്റെ ഒരാഴ്ച മുമ്പേ, ചില ആൾക്കാർക്ക് ഒരു 10 ദിവസം മുന്നേ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അത് ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടും, അല്ലെങ്കിൽ ഹോർമോണൽ ഫ്ലക്ച്വേഷൻ, ഇംബാലൻസ് എന്നുള്ളതിൽ അതിന്റെ ഫ്ലക്ച്വേഷൻ കൊണ്ടും, ബ്രെയിനിൽ ഉണ്ടാവുന്ന ചില കെമിക്കൽ, അതായത് സെറോട്ടോണിൻ പോലെയുള്ള കെമിക്കൽസിന്റെ മുമ്പേ, അതെ, അതായത് ആ ലൂട്ടിയൽ ഫേസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സമയമുണ്ട്. ആ സമയത്ത് ഉണ്ടാവുന്ന ചേഞ്ചസ് കൊണ്ട് വരുന്നതാണ് പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം എന്ന് പറയുമ്പോൾ. നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ഒന്ന് ഈ പറഞ്ഞ പോലെ ദേഷ്യം, മൂഡ് സ്വിങ്സ് ആണ്. അതായത് ഒന്നെങ്കിൽ ഡിപ്രസീവ് ആവുക, അല്ലെങ്കിൽ കുറച്ചൊന്ന് എക്സെൻട്രിക് ആയിട്ട് സംസാരിക്കുക, കുറച്ച് ദേഷ്യം വരിക, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ആ സമയത്ത് അപ്പറ്റൈറ്റ് വളരെ കൂടുതലായിരിക്കും പല ആൾക്കാർക്കും. ഒരുപാട് ഫുഡ് കഴിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. പിന്നെ എന്താണ്, നമുക്ക് ഈ ബ്രസ്റ്റ് ടെൻഡർനെസ്, ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു പെയിൻ ഉണ്ടാവുന്നത്, ഇതൊക്കെയാണ് നമ്മൾ ജനറലി കാണാറുള്ളത്. അതിന്റെ കൂടെ ചില സ്കിന്നിന്റെ മേലെ ഉണ്ടാവുന്ന ആക്നെ, അല്ലെങ്കിൽ ചില വളരെ അപൂർവ ആൾക്കാർക്ക് ഡിസ്കളറേഷൻ കാണാറുണ്ട്, അല്ലെങ്കിൽ വജൈനൽ ഭാഗത്തുള്ള ഇറിറ്റേഷൻ, അങ്ങനെ പലതും നമ്മൾ PMSന്റെ ഭാഗമായിട്ട് കാണാറുണ്ട്. അത് നമ്മൾ മാനേജ് ചെയ്യാണ് വേണ്ടത്. അല്ലാതെ ഇൻസ്റ്റാഗ്രാം കാണുന്ന പോലെ ഇന്ന് ഡേറ്റ് ആയി, ഞാൻ ഇന്ന് മുതൽക്ക് ദേഷ്യപ്പെടുകയാണ് എന്നുള്ളത്, അതൊരു അങ്ങനെയല്ല, എന്തായാലും അങ്ങനെയല്ല. അത് ഈ പറഞ്ഞ പോലെ കുറച്ചൊരു എക്സാജറേഷൻ തന്നെയാണ്. PMS കറക്റ്റ് ചെയ്യാൻ എന്താണ് സൊല്യൂഷൻ ഉണ്ടാവുക? ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം? ഇപ്പൊ മാം പറഞ്ഞു മാനേജ് ചെയ്യാണ് വേണ്ടതെന്നുള്ളത്. അപ്പം എങ്ങനെയാണ് ഇതിനെ ബെറ്റർ ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുക? ഏറ്റവും ഓഫ്കോഴ്സ് ചില PMS സിൻഡ്രോംസിന് നമ്മൾ ചിലപ്പോൾ മെഡിക്കൽ ഹെൽപ്പ് പോകേണ്ടി വരും. പക്ഷേ ജനറലി, അല്ലെങ്കിൽ ഒരു 80% ഓഫ് ആൾക്കാരും നല്ല ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ നല്ല ഫുഡ് കഴിക്കുക, എന്താണോ നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ശീലിച്ചു വന്ന ഭക്ഷണം, ആ ഭക്ഷണം കണ്ടിന്യൂ ചെയ്യുന്നത് തന്നെ ഇതിനൊരു ഹെൽപ്പായിരിക്കും. അതേപോലെ നന്നായി വെള്ളം കുടിക്കുക, ഹൈഡ്രേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല ഉറക്കം, നല്ല എക്സസൈസ്. നമ്മൾ ഈ പൊതുവെ ആൾക്കാരെ എക്സസൈസ് ചെയ്യുന്നത് ഒന്നെങ്കിൽ മെലിയാൻ, അല്ലെങ്കിൽ കുറെ കൂടെ മസിലൊക്കെ വെച്ച് ഒന്ന് ബ്യൂട്ടി ആസ്പെക്റ്റിലാണ് അധികവും പോകുന്നത്. പക്ഷെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യും, അല്ലെങ്കിൽ ഫിസിക്കലി ആക്റ്റീവ് ആവുന്ന സമയത്ത്, അത് ഏത് എക്സസൈസും ആയിക്കോട്ടെ, നമ്മുടെ ബ്രെയിൻ സെൽസിനെ, അല്ലെങ്കിൽ നമ്മുടെ ഒരുപാട് കെമിക്കൽസിനെ അത് നന്നായിട്ട് എൻഹാൻസ് ചെയ്യും. അതിൽ ഏറ്റവും വലിയ എക്സാമ്പിളാണ് റെഗുലർ ആയിട്ട് എക്സസൈസ് ചെയ്യുന്ന ആൾക്കാരുടെ സെറോട്ടോണിൻ പ്രൊഡക്ഷൻ, അല്ലെങ്കിൽ നമ്മുടെ ഹാപ്പി ഹോർമോൺസ് കൂടുതലായിരിക്കും. അപ്പം നല്ലൊരു എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് കുറയാനും ഉള്ള ചാൻസസും കൂടുതലാണ്. അപ്പം ഈ ഒരു രീതിയിൽ കൂടെ പോവുകയാണെങ്കിൽ തന്നെ ഒരു 80% ഓഫ് PMSഉം അല്ലെങ്കിൽ മെൻസ്ട്രേഷൻ്റെ ടൈമിലുള്ള ബുദ്ധിമുട്ടുകളും നമുക്ക് കൺട്രോൾ ചെയ്യാം. ഒരു 20% ഓഫ് കോഴ്സ് എന്തെങ്കിലും അണ്ടർലൈങ് ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ അതിന് നമ്മൾ ഒരു ഡോക്ടറിനെ കാണുകയും മെഡിക്കൽ ഹെൽപ്പ് സീക്ക് ചെയ്യുകയും വേണം. ഇപ്പം മാം പറഞ്ഞതുപോലെ
പീരീഡ് ഇറഗുലർ ആകുമ്പോൾ, അതായത് എത്ര ടൈമിൽ ഇറഗുലർ ആകുമ്പോഴാണ് നമ്മളൊരു ഡോക്ടറെ കാണേണ്ടി വരിക? അതായത് നമ്മൾ പൊതുവേ പറയും ഒരു 28 ഡേയ്സ് ആണ് ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. ആ 28 ഡേയ്സിൻ്റെ അകത്ത് ഒരു -7 അല്ലെങ്കിൽ ഒരു +7 ഡേയ്സ് ഇറഗുലർ ആയി കഴിഞ്ഞാൽ നമ്മൾ വല്ലാതെ ബോധേഡ് ആവേണ്ട ആവശ്യമില്ല. അതേപോലെ 1-2 മാസം ഒന്ന് ഇറഗുലർ ആയാലും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ ആ സമയത്ത് ഒരു സ്ട്രെസ് ഉണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അൺഫോർസീൻ കാര്യങ്ങൾ ആ സമയത്ത് നടക്കുന്നതുകൊണ്ടൊക്കെ ഇത് സംഭവിക്കാം. ഇല്ലെങ്കിൽ ഇപ്പോൾ ഒരു മാസമൊക്കെ ഇപ്പോൾ മാരീഡ് ആയിട്ടുള്ള ഒരാളാണ് അല്ലെങ്കിൽ സെക്ഷലി ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഒരു മാസം തന്നെ സ്കിപ്പ് ചെയ്യുമ്പോൾ വീട്ടിൽ നിന്ന് ഒന്ന് പ്രഗ്നൻസി ടെസ്റ്റ് എടുത്തു നോക്കണം. അല്ലാത്തവർ ഒരു 2 മാസം അല്ലെങ്കിൽ ഒരു 3 മാസമൊക്കെ ഇറഗുലർ ആയിട്ട് കാണുകയാണെങ്കിൽ ഒരു ഡോക്ടറിനെ പോയി കാണുക. ചിലപ്പോൾ അതൊരു PCOD, പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസോ സിൻഡ്രോമോ അതിൻ്റെ ഒരു ലക്ഷണമായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖമുണ്ടോ എന്നുള്ളത് ഒന്ന് കാണുക. ചില സമയത്ത് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി കൊണ്ട് മാത്രം ഇതൊക്കെ സംഭവിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ലൈഫ് സ്റ്റൈൽ മാത്രം നന്നാക്കിയാൽ മതിയാവും. എന്നാലും റൂൾ ഔട്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഒരു ഫിസിഷ്യൻ്റെ ഹെൽപ്പ് ആ സമയത്ത് നേടുന്നത് നല്ലതായിരിക്കും. ഞാനിപ്പോൾ PCOSനെ കുറിച്ച് പറഞ്ഞു. ഈ PCOSും PCODയും തമ്മിൽ വ്യത്യാസമുണ്ട്? കാരണം 2 ടേമും ഒരുമിച്ചാണ് അധികം കാണാറ്. അതിൽ എന്താണ് അതിൻ്റെ വ്യത്യാസം? PCODയും PCOSും തമ്മിൽ വ്യത്യാസമില്ല, അത് പേരിൽ തന്നെയേ ഉള്ളൂ അതിന്റെ വ്യത്യാസം. അതായത് PCOD എന്ന് പറയുന്നത് നമ്മൾ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ്, മറ്റേത് ഡിസീസ്, അതെ, മറ്റേത് പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം. രണ്ടും കൂടെ ഉള്ളൊരു ശരിക്കും ആ വേർഡുകൾ തമ്മിലാണ്. ശരിക്കും PCOS തന്നെയാണ്. അതായത് സിൻഡ്രോം എന്ന് പറയുമ്പം ഒരുപാട് ലക്ഷണങ്ങൾ ഉണ്ടാവും. എനിക്കുള്ള ലക്ഷണം ആയിരിക്കില്ല വേറൊരാൾക്ക് ഉണ്ടാവുക. ചില അസുഖത്തിനൊക്കെ നമുക്ക് അറിയാം ഇന്നതാണ്, ഇപ്പൊ പനി വരുമ്പം ചൂട് കൂടും എന്നുള്ള അത് നമുക്കറിയാം. പക്ഷെ PCOSന്റെ അകത്ത് ചില ആൾക്കാർക്ക് ഇറഗുലർ പീരിയഡ്സ് ആയിരിക്കും, ചില ആൾക്കാർക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടേ ഉണ്ടാവില്ല, ഇറഗുലർ പീരിയഡ്സ് ഉണ്ടാവില്ല, പക്ഷെ വേറെ എന്തെങ്കിലും ലക്ഷണങ്ങളായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ അതിനെ PCOS എന്ന് വിളിക്കുന്നത്. ഓക്കെ. അപ്പം ഈ എപ്പോഴും പറയാനുണ്ട് ഈ PCOD എക്സസൈസിന് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ പറ്റുമെന്ന് പറയുന്നത്. ജസ്റ്റ് പറഞ്ഞു എക്സസൈസിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു. ഇതിൽ ഒരു പെർട്ടിക്കുലർ ആയിട്ട് പറയാൻ പറ്റും PCODയിൽ എക്സസൈസിന്റെ റോൾ എന്താണ്? ഇപ്പം PCODയും PCOSും എല്ലാവരും പറയും ഇൻക്യൂറബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആണ് എന്നൊക്കെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്സ് ഒരുപാടുണ്ട്. നമ്മൾ ആയുർവേദത്തിൽ അത് നന്നായിട്ട് ട്രീറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ അത് എത്ര നമ്മൾ ട്രീറ്റ് ചെയ്താലും നമ്മൾ പറയും നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ് മേജർ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ. അതിൽ ഫുഡ് ഓഫ് കോഴ്സ് ആദ്യം പറഞ്ഞതുപോലെ നല്ല ഭക്ഷണങ്ങൾ കഴിക്കുന്നതൊക്കെ. എക്സസൈസ് എന്ന് പറയുമ്പം ചില ആൾക്കാർ പറയും ഞങ്ങൾ നടക്കാറുണ്ട് അല്ലെങ്കിൽ വീട്ടിൽ പണിയെടുക്കാറുണ്ട്. അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന എക്സസൈസ്. പ്രോപ്പർ ആയിട്ടുള്ള ഒരു എയറോബിക് അല്ലെങ്കിൽ അനൈറോബിക് ആയിട്ടുള്ള രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള എക്സസൈസ് വേണം. കോർ സ്ട്രെങ്തനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു എബ്ഡമനെ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ എബ്ഡമനിലെ ഒരു ഫാറ്റ് ഒന്നും അക്യുമുലേറ്റ് ചെയ്യാത്ത രീതിയിൽ ആ ഭാഗത്തേക്കുള്ള ഒരു കോർ സ്ട്രെങ്തനിങ് എക്സസൈസ് PCOSന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ ഡെയിലി ബ്രഷ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ആ എക്സസൈസ് റുട്ടീൻ ചെയ്യണം. അതൊരു എന്താ പറയുക, ഒരു വൺ ടൈം ചെയ്യേണ്ട പ്രോസസ് അല്ല, ലൈഫ് സ്റ്റൈലായിട്ട് നമ്മൾ കൊണ്ടുനടക്കേണ്ട നടക്കേണ്ടതാണ്. അതിപ്പോ PCOS ഇല്ലെങ്കിലും ലൈഫ് സ്റ്റൈലായിട്ട് കൊണ്ടു നടക്കേണ്ടതാണ് എക്സസൈസ്. പക്ഷെ ഇതിന് ഓഫ് കോഴ്സ് നമ്മൾ ഒന്നും കൂടി ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് ഈ പറഞ്ഞ പോലെ കോർ സ്ട്രെങ്തനിങ്ങിനൊക്കെ കുറച്ചും കൂടി ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഈ ഇപ്പൊ നമ്മൾ എക്സസൈസിന്റെ ഇപ്പൊ കാര്യം പറഞ്ഞു, ഇപ്പം ലൈഫ് സ്റ്റൈലിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ ഇതില് സ്ട്രെസ് നല്ല രീതിയിൽ ഒരു എന്താ പറയാ ഒരു റോൾ ഇല്ലേ? ഐ മീൻ മെന്റൽ ഹെൽത്തും വളരെ ഇമ്പോർട്ടന്റ് അല്ലേ മാം? ഹോർമോണൽ ചേഞ്ചസ് ആണല്ലോ ഇതെല്ലാം. അപ്പം മെന്റൽ ഹെൽത്ത് പോകുന്ന സമയത്ത് ഇതെല്ലാം എഫക്റ്റ് ആവില്ലേ? അപ്പം ഇതിൽ നമുക്കിപ്പം ആയുർവേദത്തിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും യോഗ അതുപോലത്തെ, മാം യോഗ പ്രാക്ടീഷണർ കൂടിയാണല്ലോ, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് എങ്ങനെ മെഡിറ്റേഷൻ ഒക്കെ ഇതിൽ എങ്ങനെ ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും? മെഡിറ്റേഷൻ ചെയ്യുന്നതും അല്ലെങ്കിൽ ബ്രീത്തിങ് എക്സസൈസ്, ഇപ്പം നമുക്കൊരാൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലൊന്നും ഇരിക്കാൻ പറ്റില്ല, അത്രയ്ക്കൊന്നും മനസ്സിന് ബലമുള്ള ആൾക്കാരൊന്നും അല്ല. അതുകൊണ്ട് നമ്മളെപ്പോഴും പറയും ബ്രീത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ. അതായത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒരു 10 മിനിറ്റ് ഇരുന്ന് അവനവന്റെ ബ്രീത്ത് ടെക്നോളജി അല്ലെങ്കിൽ നമ്മൾ ഇൻഹെയിലും എക്സെയിലും ചെയ്യുന്നതെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുമ്പോൾ മൈൻഡൊക്കെ ഒന്ന് കാമാവും. അത് ഈ പറഞ്ഞ പോലെ നമ്മുടെ നെർവ്സിനെ ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ബ്രെയിനിനെ ഒന്നും കൂടെ ഹെൽപ്പ് ചെയ്യുക, മനസ്സിനെ ശാന്തമാക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ യോഗ എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ ബോത്ത് എയറോബിക് ആൻഡ് അനൈറോബിക് ആയിട്ടുള്ള എക്സസൈസ് ആണ്. യോഗ ഇപ്പൊ ഞാൻ പറയുന്നത് ഹഠയോഗനെ പറ്റിയിട്ടാണ്. ഹഠയോഗ ചെയ്യുന്ന സമയത്ത് ആവശ്യത്തിനുള്ള ഒരു ഓക്സിഡേഷനും നടക്കുന്നുണ്ട്, അതിനകത്ത് വേണ്ട സ്ട്രെച്ചസ് ഉണ്ട്, കുറെ കൂടെ നമ്മൾ ബോഡി വെയിറ്റ് കൊണ്ട് തന്നെയുള്ള കുറെ എക്സസൈസസ് പോലെയാണ് നമ്മൾ അങ്ങനെ പറയുമ്പോൾ. നമ്മൾ ഈ കുറച്ചും കൂടെ സ്ലോ ആയിട്ടുള്ളൊരു യോഗേൻ്റെ അകത്താണ് അത് വരാത്തത്. പക്ഷെ ഹഠയോഗ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് ഈ പറഞ്ഞ പോലെ കോർ സ്ട്രെങ്തനിങ്ങും നല്ല രീതിയിൽ തന്നെ ഉണ്ടാവും. പിന്നെ നമ്മളൊരു ഡിസിപ്ലിൻഡ് ആവുകയാണല്ലോ, ലൈഫ് കുറച്ചും കൂടെ ഡിസിപ്ലിൻഡ് ആവുമ്പോൾ തന്നെ മെന്റലിയും ഒരാൾ വളരെ വെൽ ആവും തന്നെയാണ്. മെന്റൽ വെൽബീങ്, ഓവറോൾ വെൽബീങ് ആണല്ലോ അവിടെ നടക്കുന്നത്. എക്സസൈസ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ
നമ്മുടെ ഹോർമോൺ റിലീസിൽ വ്യത്യാസം ഉണ്ടാവും, അതെ ഈവൻ നമ്മുടെ റെസ്റ്റിൽ വ്യത്യാസം, സ്ലീപ്പിലൊക്കെ വ്യത്യാസം രേഖപ്പെടുത്തും. ഈ പറഞ്ഞ പോലെ സ്ലീപ്പ് റെസ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് അല്ലേ മാം? ഇതിനെല്ലാം ലൈഫ് സ്റ്റൈൽ തന്നെയാണ് എല്ലാത്തിലും പെടുന്ന സംഭവമാണ് റെസ്റ്റ്, എക്സസൈസ്, ഫുഡ്. അപ്പം റെസ്റ്റിനെ കുറിച്ചുകൂടി മാം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ. സ്ലീപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മൾ ആ ഉറങ്ങുന്ന സമയത്താണല്ലോ ഫുള്ള് എന്താ ബോഡി തന്നെ ഒന്ന് റെജുവനേറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഈ റെജുവനേഷന് വേണ്ടി പുറത്തൊക്കെ പോകുന്നുണ്ടെങ്കിലും ബോഡിക്ക് റീകൂപ്പ് ചെയ്യാനുള്ള ഒരു സമയം സ്ലീപ്പിൽ തന്നെയാണ്. പിന്നെ ഇപ്പോൾ ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാം ഈ മെലറ്റോണിന്റെ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ ബയോളജിക്കൽ ക്ലോക്കിന്റെ ഇമ്പോർട്ടൻസ്, അതൊക്കെ നമുക്ക്, അല്ലെങ്കിൽ സെർക്കാഡിയൻ റിതം, അതൊക്കെ ഒന്ന് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ സ്ലീപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം പല ആൾക്കാർക്കും ഉറക്കം ശരിയല്ല. നമ്മൾ പറയും സ്ലീപ്പ് ഹൈജീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്നിക്ക് യൂസ് ചെയ്യണമെന്ന്. സ്ലീപ്പ് ഹൈജീൻ എന്ന് പറഞ്ഞാൽ കൃത്യസമയത്ത് കിടക്കുക, കൃത്യസമയത്ത് എണീക്കുക, കിടക്കാൻ പോകുന്നതിൻ്റെ ഒരു ഹാഫ് ആൻ അവർ ബിഫോർ എങ്കിലും ഫോണ്, ഗാഡ്ജറ്റ്സ് ഒഴിവാക്കുക, സ്ക്രീൻസ് ഒഴിവാക്കുക. സ്ക്രീൻസ് വെക്കുമ്പോൾ തന്നെ ആ ലൈറ്റിൽ ബ്രെയിൻ കൺഫ്യൂസ്ഡ് ആവാണ്. പിന്നെ നമ്മൾ ഈ സ്ക്രീൻ വെച്ചുകൊണ്ട് ഉറങ്ങുന്നത് ശരിക്കും ഒരു ഉറക്കമല്ല, ബ്രെയിൻ ടയേർഡായിട്ട് അങ്ങനെ ഉറങ്ങി പോണതാണ്. അല്ലാതെ ബോഡി എന്താ പറയുക പോകുന്നില്ല. അതെ, അതിനെ പറ്റിയിട്ടൊക്കെ ഒരുപാട് സ്റ്റഡീസ് നടക്കുന്നുണ്ട്. അപ്പം എല്ലാം കൂടെ നോക്കുമ്പോൾ ഒരു ഹാഫ് ആൻ അവർ ബിഫോർ ഗാഡ്ജറ്റ്സ് ഒഴിവാക്കി ഈ പറഞ്ഞ പോലെ കുറച്ചൊരു ബ്രീത്തിങ് ഒക്കെ ചെയ്ത് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ ചെയ്ത് ഉറങ്ങണതായിരിക്കും നല്ലത്. അതാണ് പ്രോപ്പർ ബോഡിക്ക് ഒരു റെസ്റ്റ് കൊടുക്കുക, മൈൻഡിനും റിലാക്സ് ആയിട്ട് മൈൻഡിന് വെൽബീങ് കൊടുക്കുന്നതൊക്കെ തന്നെയാണ്. ഫസ്റ്റ് പറഞ്ഞ അനീമിയുടെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഈ അനീമിയ വരുമ്പം കൂടുതൽ ആൾക്കാർക്കും ഈ ക്ഷീണം കാര്യങ്ങൾ വരില്ല. ന്യൂട്രീഷൻ ഡെഫിഷ്യൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൊതുവെ നമ്മൾ വിചാരിക്കും ആൾക്കാർക്ക് മടിയാണ് കാര്യങ്ങളാണ്, പക്ഷെ ഒരു പക്ഷെ അത് ഇതുകൊണ്ടായിരിക്കാം അല്ലെ, ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി കൊണ്ടായിരിക്കാം. കാരണം ഇപ്പം ഞാനിപ്പോ ഈ സ്കൂളിൽ ക്ലാസ് എടുക്കാൻ പോകുന്നതുകൊണ്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, കുട്ടികൾ അധികം വെള്ളം കുടിക്കില്ല. അപ്പൊ അവിടെ തന്നെ ഒരു ഡീഹൈഡ്രേഷൻ വന്നു. ഈ പീരിയഡ്സിന്റെ സമയത്ത് ഉണ്ടാവുന്ന കാലുവേദന ഭയങ്കരമാണ് പീരിയഡ്സിന്റെ സമയത്ത്. ആ വേദനയുടെ ഒരു പ്രധാന കാരണം നമ്മൾ പ്രോപ്പറായിട്ട് ലിക്വിഡ് ഇൻടേക്ക് ഇല്ലാത്തതാണ്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു 30 to 60 ml മാത്രമാണ് ബ്ലഡ് പോകുന്നത് ഈ 5 മുതൽ 7 ദിവസം കൊണ്ട്. ബാക്കിയൊക്കെ ശരീരത്തിന്റെ ഫ്ലൂയിഡ്സ് ആണ് പോണത്. അപ്പൊ ബോഡി ഓൾറെഡി ഒരു ഡീഹൈഡ്രേറ്റഡ് സ്റ്റേജിലേക്ക് വരികയാണ്. അതിൽ ന്യൂട്രിയൻസും ഇലക്ട്രോലൈറ്റ്സ് ഒക്കെ നഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ നല്ല വെള്ളം കുടിക്കുക, ആ സമയത്ത് നല്ല ഭക്ഷണം കഴിക്കുക, ആ സമയത്ത് മാത്രമല്ല ത്രൂ ഔട്ട് നല്ല രീതിയിലുള്ള ഫുഡ് കഴിക്കുക. പിന്നെ ഈ ഫുഡൊക്കെ ബോഡി എടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ അത് അസിമിലേറ്റ് ചെയ്യണമെങ്കിൽ ഓഫ് കോഴ്സ് എക്സസൈസ് അതിന്റെ ഒരു ഭാഗമാണ്. നമ്മുടെ മെറ്റബോളിസം റേറ്റ് ഒന്ന് കറക്റ്റ് ആവാൻ. പിന്നെ ഈ കുട്ടികൾ ക്ഷീണം എന്ന് പറയുമ്പോൾ അത് അനീമിയ മാത്രം ആവണമെന്നില്ല. ഇപ്പൊ കണ്ടുവരുന്നതാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി. അപ്പൊ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യണം. അപ്പൊ അതിന്റെ ഡെഫിഷ്യൻസി കൊണ്ടും അയേൺ ഡെഫിഷ്യൻസി കൊണ്ടും ഒക്കെ കുട്ടികൾക്ക് ക്ഷീണം ഉണ്ടാവും. എപ്പോഴും അത് മടിയാണെന്ന് വിചാരിക്കരുത്. ഒരു ഡോക്ടറെ കാണിക്കുന്നതിൽ തെറ്റൊന്നും ഇല്ലല്ലോ, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി അത്രയും എല്ലാവർക്കും, അതായത് അഡൽട്സിലും ഒരുവിധം എല്ലാ ആൾക്കാർക്കും 10 8 9 ആൾക്കാർക്ക് ഉണ്ടെന്നാണ് കണക്കുകളൊക്കെ പറയുന്നത്. അത്രയും കൂടിയിട്ടുണ്ട്. പിന്നെ ഒരു ഇംഗ്ലീഷ് ടേമിന്റെ ഒരു ചോദിക്കുകയാണ്, ഈ ക്രാമ്പും പെയിനും തമ്മിൽ വ്യത്യാസമുണ്ടോ? രണ്ടും രണ്ട് രീതിയിലുള്ള മാനിഫെസ്റ്റേഷൻ ആണ്. ഒന്ന് എന്താന്ന് വെച്ചാൽ നമുക്ക് ബോഡിയിൽ വെള്ളം കുറഞ്ഞിട്ടുണ്ടാകുമ്പോൾ ഒരു വലിച്ചില് പോലെയുള്ള ഒരു വേദന, അല്ലെങ്കിൽ കാല് കുഴച്ചില് എന്നൊക്കെ പറയല്ലോ. അതിനെയാണ് ശരിക്കും നമ്മളൊരു മസിലിനുള്ള ഒരു സോർനെസ് പോലെ, അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ പൊതുവെ ക്രാമ്പ് എന്ന് പറയാറുള്ളത്. പെയിൻ നമ്മൾ ഈ മെൻസ്ട്രൽ പെയിൻ എന്ന് ഉദ്ദേശിക്കുന്ന ഡിസ്മെനോറിയ അല്ലെങ്കിൽ വയറുവേദന, അത് ശരിക്കും ഉള്ളുന്നേ ഉണ്ടാവുന്ന ഒരു പെയിൻ ആണ്. വളരെ അൺബീറ്റബിൾ ആയിട്ടുള്ള ഒരു പെയിൻ തന്നെയാണ് അത്. ആ പെയിനും ഈ പറഞ്ഞ പോലെ നല്ല ലൈഫ് സ്റ്റൈൽ മാനേജ് ചെയ്യാം. പക്ഷെ നമ്മൾ നല്ല ലൈഫ് സ്റ്റൈൽ ചെയ്തിട്ടും ആ പെയിൻ കുറയുന്നില്ലെങ്കിൽ ഒരു ഡോക്ടറിനെ കാണിക്കണം. കാരണം എന്തെങ്കിലും ഒരു അണ്ടർലൈങ് ഇഷ്യൂ ഉണ്ടായിരിക്കും. അപ്പൊ അതിനുള്ള ഒരു മെഡിസിൻസ് നമ്മൾ കൊടുക്കേണ്ടി വരും. ഇനി ഈവൻ നോർമൽ പെയിൻ ആണെങ്കിൽ പോലും ഞാനൊരു ആയുർവേദ പെർസ്പെക്റ്റീവിൽ പറയാണ്, ഞങ്ങൾ മെഡിസിൻസ് കൊടുക്കാറുണ്ട് ആ പെയിനൊക്കെ ഒന്ന് കുറയാൻ വേണ്ടിയിട്ട്. പൊതുവെ വാദം കൂടുന്നത് കൊണ്ട്, അല്ലെങ്കിൽ വാദമാണ് പെയിൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ആൾക്കാർക്ക് വാദം എന്ന് പറഞ്ഞാൽ ജോയിന്റ് പെയിൻ എന്നുള്ളൊരു ഇതാണ്. അങ്ങനെയല്ല. അപ്പൊ നമ്മൾ ബ്ലോട്ടിങ് ഇല്ലാതെ നോക്കുക, അല്ലെങ്കിൽ ഒരു മോഷനൊക്കെ കറക്റ്റ് ആക്കുക. ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോൾ തന്നെ മോഷൻ കറക്റ്റ് ആവും. ലിക്വിഡ് ഉണ്ടാവുമ്പോഴും അതെ. അപ്പൊ ആ ഒരു ഒബ്സ്ട്രക്ഷൻ, വാദികമായിട്ടുള്ള ഒരു ഒബ്സ്ട്രക്ഷൻ കുറയ്ക്കുമ്പോൾ തന്നെ ഈ ഡിസ്മെനോറിയ അല്ലെങ്കിൽ അതിന്റെ ഒരു സ്റ്റൊമക് പെയിൻ ഒക്കെ നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ് ഈ കാലിന് വേദന ഏറ്റവും കൂടുതൽ കാലിന് വേദന വരുന്നത് ശരിക്കും ഹൈഡ്രേഷന്റെ കുറവുകൊണ്ട് തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഫ്ലൂയിഡ്സ് ഒരുപാട് പോകുന്നുണ്ട് ബോഡിയിൽ നിന്ന് ആ സമയത്ത്. പിന്നെ ഓഫ് കോഴ്സ് ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ട്. പിന്നെ ജനറലി ഒന്ന് ലോ ആയിരിക്കും നമ്മുടെ ഒരു ജനറൽ വെൽബീങ്. അപ്പൊ ആ സമയത്ത് നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള സപ്പോർട്ടീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ തന്നെ കാലിന്റെ വേദനയൊക്കെ കുറയും.
ഒരിക്കലും പീരിയഡ് സമയത്ത് എക്സർസൈസ് ചെയ്യരുത് എന്നുള്ള ഒരു ഭാവമില്ല. എക്സർസൈസ് ചെയ്യണം, പക്ഷെ അവനവന്റെ ശരീരത്തിന് പറ്റുന്ന രീതിയിൽ ചിലപ്പോൾ ആ സമയത്ത് കുറച്ചും കൂടെ ലൈറ്റർ ആയിട്ടുള്ള ലൈറ്റ് വർക്ക്ഔട്ട്സ്. പിന്നെ സ്റ്റോപ്പ് ചെയ്യേണ്ട കാര്യമേ ഇല്ല, ലൈറ്റ് വർക്ക്ഔട്ട്സ് ചെയ്യാം. പിന്നെ നമ്മൾ പൊതുവേ പറയും ഒരു ബ്ലീഡിങ് ഫേസിൽ എന്താ പറയാ ഇൻവേർട്ടഡ് ആയിട്ടുള്ള പൊസിഷൻസ്, ഇപ്പൊ ഞങ്ങളുടെ യോഗയിലാണെങ്കിൽ ശീർഷാസനം പോലുള്ളതൊക്കെ ചെയ്യാതിരിക്കാനുള്ള ഒരു റെക്കമെൻഡേഷൻ ചെയ്യാറുണ്ട്. പിന്നെ ചില പ്രാണായാമാസ് ഒഴിവാക്കാൻ പറയും. ഇത്രയൊക്കെ ഉള്ളൂ. പക്ഷെ എന്നാലും ലൈറ്റ് ആയിട്ടുള്ള എക്സസൈസ് കാര്യങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് ചെയ്യണം, മസ്റ്റ് ആയിട്ട് ചെയ്യണം. സാധാരണ ആ ഒരു പേര് പറഞ്ഞിട്ടായിരിക്കും അവര് നിർത്തി വെക്കുന്നത്. അത് നിർത്തി വെക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നല്ല അത്രയും കാലം നിങ്ങൾ ഒരു റുട്ടീനിൽ ജീവിച്ച ആളാണെങ്കിൽ ഈ സമയത്ത് ലൈറ്റ് എക്സസൈസ് ചെയ്യാൻ നിങ്ങളുടെ ബോഡിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഇപ്പം മാം നേരത്തെ പറഞ്ഞ 12 അല്ലെങ്കിൽ 14 ഈ ഒരു ഏജിലാണല്ലോ ഇത് ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്യുന്നത്. ശരിക്കും ഏജ് ആവും തോറും ഈ മസിൽ ലോസും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും. അപ്പം ഒരു 14 എനിക്ക് തോന്നുന്നു യങ് ഏജിൽ അവർ കുറച്ചുകൂടി ആക്റ്റീവ് ആയിരിക്കാം, സ്കൂളിലൊക്കെ പോകും, കളിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കോളേജിലൊക്കെ എത്തുമ്പോൾ ചിലപ്പം ഇവൻ PT പീരീഡ് ഉണ്ടാവില്ല, പീരീഡിന്റെ ആവശ്യമില്ല, അവർക്ക് വർക്കൗട്ട് ചെയ്യാം. പക്ഷെ അത് ആൾക്കാർ ചെയ്യുന്നില്ലല്ലോ, കാരണം അപ്പം ബോഡി ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവും. പിന്നീട് അതൊരു പ്രശ്നമായിട്ട് വരില്ലേ? ശരിക്കും ഒരു 18-20 ആകുമ്പോൾ തന്നെ ആൾക്കാർ ഒരു വെയിറ്റ് ട്രെയിനിങ്ങിലോട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അക്കയോഗ അങ്ങനത്തെ എക്സസൈസ് എന്തായാലും ഒരു ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമാക്കിയിരിക്കണം. തീർച്ചയായിട്ടും വേണം. അതൊക്കെ ശരിക്കും ചെറുപ്പത്തിലെ ഡിസിപ്ലിൻഡ് ആയിട്ട് വരേണ്ട ഒരു കാര്യമാണ്. ഏജ് കൂടുന്നതിനനുസരിച്ച് എക്സസൈസിന് ഇമ്പോർട്ടൻസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും, പ്രത്യേകിച്ച് ലേഡീസിന്. ഒന്നേ നമുക്ക് ഹോർമോൺസ് കൂടുതലാണ്, അസുഖങ്ങൾ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓസ്റ്റിയോപോറോസിസ് പോലുള്ള അസുഖം വരാനും ലേഡീസിനാണ് കൂടുതൽ. ഇപ്പൊ തൈറോയിഡ് എടുത്ത് നോക്കിയാൽ അല്ലെങ്കിൽ മെറ്റബോളിക് സിൻഡ്രോംസ് എടുത്ത് നോക്കിയാലും ലേഡീസിന് തന്നെയാണ് കൂടുതൽ. അപ്പൊ അതൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം ഈ പറഞ്ഞ പോലെ ലൈഫ് സ്റ്റൈല്. അതിലെ ഏറ്റവും ആവശ്യമുള്ള ഒരു സാധനം, അല്ലെങ്കിൽ നമ്മൾ തീരെ ചെയ്യാത്തത് എക്സസൈസ് തന്നെയാണ്. അപ്പൊ ആ എക്സസൈസ് കൃത്യമായിട്ട് എന്തെങ്കിലും ഒരു തരത്തിലുള്ള എക്സസൈസ്. അതുപോലെ മാം ഈ ഫുഡ് ഓവർ ആയിട്ട് കഴിച്ചിട്ട് ഈ ഓവർ വെയിറ്റ്, ഒബിസിറ്റി ഇത് എഫക്ട് ചെയ്യുന്നുണ്ടോ? ഓഫ് കോഴ്സ് ഒബിസിറ്റി PCOSന്റെ ഒക്കെ ഒരു കാരണം തന്നെയാണ്. പിന്നെ ഒബിസിറ്റി കാരണം ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ ഓസ്റ്റിയോപോറോസിസ് വരാം. പിന്നെ ഗട്ട് ഹെൽത്ത്, ഒബിസിറ്റി കാരണം അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ശരിക്കും മാനിഫെസ്റ്റഡ് ആണ്. നേരെ തിരിച്ചും വരാം. PCOS വന്നു കഴിഞ്ഞാൽ ഒബിസിറ്റി വരാം, അല്ലെങ്കിൽ ഒബിസിറ്റി കാരണം PCOS ആവാം. അതായത് ഒരു മെറ്റബോളിക് സിൻഡ്രോം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതിനെ എടുക്കേണ്ടത്. അപ്പൊ വെയിറ്റ് മാനേജ്മെന്റ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ. ഒരു വട്ടം നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് തിരിച്ചു പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വെയിറ്റ് മാനേജ്മെന്റിന് വേണ്ടി മാത്രമല്ല നമ്മൾ എക്സസൈസ് ചെയ്യുന്നത്, അതൊരു കംപ്ലീറ്റ് വെൽബീങ്ങിനും കൂടിയാണ് നമ്മൾ എക്സസൈസ്. ഒരുപാട് ബെനിഫിറ്റ് വേറെ ഉണ്ട്, ഒരുപാട് ആസ്പെക്ട് മാത്രമേ ആൾക്കാർ നോക്കുന്നുള്ളൂ. അങ്ങനെങ്കിലും നോക്കിയിട്ട് ചെയ്യട്ടെ, പക്ഷെ അതുപോലും ചെയ്യുന്നില്ല ആളുകൾ. അവിടെയാണ് ഒരു പ്രശ്നം വരുന്നത്. നേരത്തെ മാം ഹൈജീന്റെ കാര്യങ്ങൾ പറഞ്ഞു, ചെറിയ കുട്ടികളാണ്, അപ്പം വലിയ ആളുകളാണെങ്കിലും. അപ്പം ഈ പാഡ്സ് കാര്യങ്ങളില്ലേ, അത് ആക്ച്വലി എൻവയോൺമെന്റ് ഫ്രണ്ട്ലി അല്ല, അത് എന്താ പറയാ ബയോഡിഗ്രേഡബിൾ അല്ല എന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. അതിന് ഈ മെൻസ്ട്രൽ കപ്പ് പോലത്തെ ഒക്കെ ഉണ്ടല്ലോ. അപ്പം അതിനെ കുറിച്ച് മാമിന്റെ ഒരു തോട്ട് എന്താണ്? നമുക്ക് ഒരുപാട് മെൻസ്ട്രൽ പ്രോഡക്ട്സ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ സാനിറ്ററി നാപ്കിൻ ഉണ്ട്. അത് ഈ എൻവയൺമെന്റിന് കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം അതിൽ കുറച്ച് പ്ലാസ്റ്റിക് വരുന്നുണ്ട്. അപ്പൊ അത് കത്തിച്ച് കളയുമ്പോഴുള്ള പ്രശ്നങ്ങൾ, നിങ്ങൾ ഒരിക്കലും ഇത് ടോയ്ലറ്റിൽ ഇടാൻ പാടില്ല, കാരണം അത് ബ്ലോക്ക് ആവുകയൊക്കെ ചെയ്യും. അപ്പൊ കത്തിച്ച് കളയുക അല്ലെങ്കിൽ ഇൻസിനറേറ്ററിൽ ചെയ്യുക. അപ്പൊ അതൊരു എന്താ പറയുക, ഒരു എൻവയൺമെന്റൽ ഡിസാസ്റ്റർ തന്നെയാണ്. പിന്നെയുള്ളത് ടാംപോൺസ് ഉണ്ട്. ഇപ്പം ഏറ്റവും റീസെന്റ് ആയിട്ട് നമുക്കുള്ളത് കപ്പാണ്, മെൻസ്ട്രൽ കപ്പ്. അത് മെഡിക്കൽ അല്ലെങ്കിൽ ഒരു മെഡിക്കലി എന്താ പറയാ നല്ല രീതിയിലുള്ള സിലിക്കോൺ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് മെൻസ്ട്രൽ കപ്പ്. ഒരു മെൻസ്ട്രൽ കപ്പ് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് 5 to 10 years ഉപയോഗിക്കാം. 10 years. അപ്പൊ അത് നമ്മള് എക്കണോമിക്കലി നോക്കുമ്പോഴും വളരെ നല്ലതാണ്. പാഡ് നിങ്ങൾ എല്ലാ മാസവും ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കണം. ഫിനാൻഷ്യലി അതൊരു ബുദ്ധിമുട്ട് എന്നല്ല, പക്ഷെ ആ ഒരു ഫിനാൻഷ്യൽ കോൺസെപ്റ്റ് എടുക്കുമ്പോഴും അതെ, ഇറ്റ് ഈസ് എ ഹ്യൂജ്. അതെ, ചില ആൾക്കാർ 5 years പറയുന്നുള്ളൂ. അത് ഓരോരോ കപ്പിന്റെ അല്ലെങ്കിൽ ഓരോരോ മാനുഫാക്ചറേഴ്സിന്റെ ക്വാളിറ്റി അനുസരിച്ചിട്ട് 5 to 10 years നിങ്ങൾക്ക് ഉപയോഗിക്കാം. പിന്നെ ഈ സാനിറ്ററി നാപ്കിൻ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള വജൈനൽ ഡ്രൈനസ് അല്ലെങ്കിൽ ഇച്ചിങ്, ഹെൽത്ത് ഇഷ്യൂസ് അതൊക്കെ ഒഴിവായി കിട്ടും ഈ സിലിക്കൺ ആയതുകൊണ്ടും ഈ മെൻസ്ട്രൽ കപ്പ് വെച്ചിട്ട് ഉപയോഗിക്കുമ്പോൾ. പിന്നെ മെൻസ്ട്രൽ കപ്പ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളും, ഇപ്പൊ നിങ്ങളൊരു സ്പോർട്സ് പേഴ്സൺ ആണെങ്കിൽ അല്ലെങ്കിൽ സ്വിം ചെയ്യുന്ന ഒരാളാണെങ്കിൽ അതൊന്നും നിർത്തേണ്ടി വരുന്നില്ല. അതൊക്കെ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. എന്ന് വെച്ച് ഓരോരുത്തർക്കും എന്താണോ കംഫർട്ടബിൾ അത് മാത്രം ഉപയോഗിക്കാൻ തന്നെ ശ്രമിക്കണം. അത് തന്നെയാണ് പ്രയോറിറ്റി. നമ്മളിപ്പോ എല്ലായിടത്തും പോയാലും ഇങ്ങനെ ഒരു അടിച്ചേൽപ്പിക്കുന്ന പോലെ കേൾക്കാം, ഫീമെയിൽസ് കാരണം എൻവയൺമെന്റൽ ഇഷ്യൂസ് ഉണ്ടാവുന്നു എന്ന്. അത് അതിന്റെ വളരെ ചെറിയൊരു പെർസെന്റേജേ ഉള്ളൂ. ഒഴിവാക്കാൻ പറ്റിയാൽ വളരെ നല്ലത്. എന്ന് വെച്ച് ആ ഒരു സമയത്ത് പറ്റുന്നില്ലെങ്കിൽ വല്ലാത്തൊരു ഗിൽറ്റ് ഫീലോട് കൂടിയിട്ട് നിങ്ങൾ മെൻസ്ട്രൽ കപ്പിലേക്ക് പോകണ്ട. അതൊരു സൗകര്യപ്രദമായ കാര്യമാണ്. അപ്പൊ അതിലേക്കൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കുക.
പറ്റുന്നില്ലെങ്കിൽ എന്താണോ കംഫർട്ടബിൾ അതിലേക്ക് തന്നെ തിരിച്ചു പോവുക. ഈ ഒരു റീസൺ കൊണ്ടായിരിക്കില്ലേ ഗവൺമെന്റ് ചിലപ്പോൾ ഇത് പ്രൊമോട്ട് ചെയ്യുന്നത്. അതെ, നമ്മൾ ഒരുപാട് അവയർനെസ് കാര്യങ്ങൾ ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പം കാലിക്കറ്റ് കോർപ്പറേഷൻ മെൻസ്ട്രൽ കപ്പിനെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള പരിപാടികളുണ്ട്, ഫ്രീ ആയിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. ഉണ്ട്. ഞങ്ങളിപ്പം ഞാൻ റോട്ടറി ക്ലബിന്റെ ഒരു ഭാഗമാണ്. ഞാൻ അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ മെൻസ്ട്രൽ കപ്പിന്റെ അവയർനെസ്സും ആൾക്കാർക്ക് ഫ്രീ മെൻസ്ട്രൽ കപ്പിന്റെ ഡിസ്ട്രിബ്യൂഷനും അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവയർനെസ് പല കോളേജസിലും പോയി എടുക്കുന്നുണ്ട്. ഈ റീസെന്റ് ഇപ്പൊ ഫറൂഖ് കോളേജിൽ പോയിട്ടും അതിന്റെ ഒരു അവയർനെസ് ക്ലാസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൾക്കാരൊക്കെ വളരെ ആക്സെപ്റ്റബിൾ ആണ്. പക്ഷെ ഈ പറയുന്ന പോലെ നിങ്ങളുടെ ഫ്രീഡം ആണ്, നിങ്ങൾക്ക് എന്താണോ കംഫർട്ടബിൾ അത് അവരുടെ ചോയ്സ് ആണ്. മാം ഇപ്പോൾ ക്ലാസ് എടുക്കുന്ന കാര്യങ്ങൾ പറഞ്ഞല്ലോ, അപ്പം മാം പൊതുവെ ക്ലാസ് എടുക്കാൻ പോകുമ്പം എത്രത്തോളം അവെയർ ആണ് കുട്ടികൾ, ഐ മീൻ ഈവൻ ഗേൾസ് തന്നെ എത്രത്തോളം അവെയർ ആണ് ഈ ഒരു പ്രശ്നങ്ങളെ കുറിച്ച്? ഇപ്പം PCOD PCOS ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇതിലെ ഹൈജീൻ്റെ ഇഷ്യൂസ് ആയിക്കോട്ടെ, അവർ അവെയർ ആണോ, അല്ലെങ്കിൽ ഇനിയും സൊസൈറ്റിയിൽ ഒരുപാട് അവെയർനെസ് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് തോന്നുന്നത് അവെയർ അല്ല, അവർ ആക്ച്വലി ഈ ഗൂഗിളും ഇൻസ്റ്റാഗ്രാമും ഒക്കെ നോക്കിയിട്ട് അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളിലാണ് അവെയർനെസ്. അപ്പൊ ഇപ്പം നമ്മളിപ്പോ സ്കൂളിൽ പോകുമ്പോൾ തന്നെ ഇപ്പൊ കുട്ടികളോട് ചോദിച്ചാല് അവരെന്തോ വളരെ നോർമൽ ആയിട്ടാണ് പറയുന്നത്. എനിക്ക് പീരിയഡ്സ് ആവുന്നതിന് മുമ്പ് ദേഷ്യം വരും, അത് ഞാൻ പീരിയഡ്സ് ആവാൻ പോകുന്നതുകൊണ്ടാണല്ലോ എനിക്ക് ദേഷ്യം. അതിനൊരു റീസൺ കൊടുക്കുകയാണ്. ഇപ്പം നമ്മളും സ്കൂളിൽ പഠിച്ചതാണ്. എൻ്റെ ഒന്നും കാലത്ത് ഞാൻ കണ്ടിട്ടേ ഇല്ല ആരും ഇതിന്റെ പേരിൽ ലീവ് എടുക്കണതോ, അല്ലെങ്കിൽ എനിക്ക് പീരിയഡ്സിന്റെ സമയത്ത് ചില ആൾക്കാർക്ക് ഓഫ് കോഴ്സ് നമുക്കും ചെറിയൊരു മൂഡ് സ്വിങ്സ് ഉണ്ടാവും. പക്ഷെ അതിങ്ങനെ എക്സിബിറ്റ് ചെയ്തിട്ടുള്ള ഒരു പരിപാടികളൊന്നുമില്ല. ഒന്നുമില്ല. അത് എനിക്ക് തോന്നുന്നത് പീരിയഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കുട്ടികളൊക്കെ ചിലപ്പോൾ അതൊരു എന്താ പറയാ, അവർക്ക് റെസ്റ്റ് എടുക്കാനുള്ള ഒരു ടൈമും കൂടി ആയിട്ട് കാണുന്നോണ്ടായിരിക്കും. പക്ഷെ ഒരു പ്രോപ്പർ അവയർനെസ് അല്ല നടക്കുന്നത്. വളരെ ലീവ് വരെ കൊടുക്കുന്നുണ്ട്. എനിക്ക് പേഴ്സണലി എനിക്കറിയില്ല. ഇപ്പൊ ഞാനൊക്കെ 2-3 ദിവസം ക്ലിനിക്കിൽ പോവാതെ ലീവൊക്കെ എടുത്തിരുന്നാല് ക്ലിനിക്കിനതൊരു ബുദ്ധിമുട്ടായിരിക്കും. ക്ലിനിക്കിന് മാത്രമല്ല, ഇപ്പം വലിയ വലിയ പോസ്റ്റിലിരിക്കുന്ന ആൾക്കാരുടെ കാര്യം തന്നെ എടുത്തു നോക്കും. ഒരു രീതിയിൽ അത് മിസ്യൂസ് ചെയ്യുന്നുണ്ട്. ഹൈ പോസ്റ്റിലിരിക്കുന്ന പല ആൾക്കാർക്കും ലീവ് എടുക്കാൻ പറ്റില്ല. അവർ ലീവ് എടുത്ത് വീട്ടിലിരുന്നാല് ഇപ്പം നമ്മൾ ഇക്വാളിറ്റിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ടല്ലോ, എല്ലാവർക്കും ഒരേപോലെ തന്നെ ക്ലൈം ദ ലാഡർ ആണ് അല്ലെ, കോർപ്പറേറ്റിന്റെ അകത്താണെങ്കിലും എങ്ങനെയാണെങ്കിലും. അപ്പൊ നമ്മൾ നമ്മുടെ ബുദ്ധിമുട്ടുകൾ മാനേജ് ചെയ്യാനും അതിനെ ട്രീറ്റ് ചെയ്യാനുമാണ് പഠിക്കേണ്ടത്. അല്ലാതെ എനിക്ക് ഇങ്ങനെയാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെയാണ് എന്നുള്ള മാറ്റമല്ല വേണ്ടത്. അതിനെങ്ങനെ മാനേജ് ചെയ്യാം, അല്ലെങ്കിൽ അതിനെ എങ്ങനെ സോൾവ് ചെയ്യാം, എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ആണല്ലോ വേണ്ടത്. ആ സൊല്യൂഷനിലേക്ക് പോണെന്നേ ആ ഒരു അവയർനെസ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇതൊരു എക്സ്ക്യൂസ് ആയിട്ട് ആൾക്കാർ എടുക്കാൻ പാടില്ല. അതെ, ഇത് കോൺട്രവേഴ്ഷ്യൽ ആവുമെന്ന് അറിയില്ല, പക്ഷെ ഇതൊരു എക്സ്ക്യൂസ് അല്ല. നിങ്ങൾ അതിനൊരു സൊല്യൂഷൻ കാണുക തന്നെയാണ് വേണ്ടത്. സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ പറഞ്ഞ എക്സസൈസ്, നല്ലൊരു ലൈഫ് സ്റ്റൈൽ, നല്ലൊരു ഡയറ്റ്. അതെ, ഇനി നിങ്ങൾക്കൊരു ഡോക്ടറെ കാണിക്കാം, അത് ഏത് സിസ്റ്റം ഓഫ് മെഡിസിൻ ആയാലും കുഴപ്പമില്ല. അവരെ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാം, അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതിന് എന്ത് അണ്ടർലൈൻ കോസ് ആണെങ്കിലും ഹെൽപ്പ് ചെയ്യും. 1% ഓഫ് ഫീമെയിൽസ് മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മൾ എന്ത് ചെയ്താലും ചിലപ്പം ചില എന്താ പറയുക ഒരു ഇഡിയോപ്പതിക് ഫാക്ടർ കൊണ്ട് ഇത് മാറാത്തത്. അത് വളരെ ജെന്യുവൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലാതെ ഈ അവരുടെ കയ്യിലല്ലല്ലോ, ഐ മീൻസ് ഡിഫറൻസ് ഉണ്ടാവുന്നുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ ഡിഫറൻസ് ഉണ്ടാവാം, ജനറ്റിക് ആയിട്ടുള്ള റീസൺസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പം മെന്റൽ വെൽബീങ് വളരെ ലോ ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം. ഇത് അങ്ങനെയല്ലല്ലോ. ഇത് 100% ആൾക്കാരും ഇതൊരു എക്സ്ക്യൂസ് ആയി കൊണ്ട് നടക്കുമ്പോഴുള്ള ഒരു പ്രയാസം. നിങ്ങൾ അതിനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അതൊരിക്കലും ഒരു എക്സ്ക്യൂസ് അല്ല. അപ്പം എന്താണ് മാം കൊടുക്കുന്ന ഒരു ഗിവ് അവേ എന്താണ്? ഇപ്പം കോളേജുകൾ പോവാണെങ്കിലും ഒരു നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ പറ്റിയിട്ട് കൂടുതൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു കൊടുക്കും. എങ്ങനെയാണ് ഫുഡ് കഴിക്കേണ്ടത്, അതായത് ഡിസിപ്ലിൻഡ് ഈറ്റിംഗ് ആണല്ലോ. ആൾക്കാർ എങ്ങനെയാ വെച്ചാൽ കുറെ ഫാറ്റ് ഡയറ്റ് ചെയ്യും, കുറെ ദിവസം കാർബ് കട്ട് ചെയ്യും, കുറെ ദിവസം ഷുഗർ കട്ട് ചെയ്യും, അത് കഴിഞ്ഞ് ഇതൊക്കെ പിന്നെയും കണ്ടമാനം കഴിക്കും. അങ്ങനെയല്ല, നിങ്ങൾക്ക് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു ഈറ്റിംഗ് ലൈഫ് സ്റ്റൈൽ വേണം. ഇപ്പൊ ആയുർവേദത്തിലാണെങ്കിൽ നമ്മൾ നോൺ വെജിറ്റേറിയൻ കഴിക്കരുതെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. നോൺ വെജ് കഴിക്കാൻ തന്നെയുള്ളൂ. ഞങ്ങളുടെ 5000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ടെക്സ്റ്റ് ബുക്കിനകത്ത് നോൺ വെജിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കാലങ്ങൾ വന്നപ്പം ചില പ്രത്യേക റീസൺസ് കൊണ്ടാണ് വെജിറ്റേറിയനിസത്തിലേക്ക് മാറിപ്പോയത്. പക്ഷെ ഒരു ഫുഡും മോശമല്ല നിങ്ങൾക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ. അപ്പൊ നിങ്ങളുടെ മെറ്റബോളിസം സ്ട്രെങ്ത് നിങ്ങൾ കൂട്ടണം. അതിന് നിങ്ങൾ ഓഫ് കോഴ്സ് എക്സസൈസ് ഹെൽപ്പ് ചെയ്യും. നല്ല രീതിയിൽ വെള്ളം കുടിക്കണം, നല്ല റെസ്റ്റ് ബോഡിക്ക് കൊടുക്കണം, അതിനാണ് ഉറക്കം. അപ്പം ഇതൊക്കെ കൂടെ എങ്ങനെയാണോ ചെയ്യാൻ പറ്റുക അതിനെ പറ്റിയിട്ടാണ് നമ്മൾ കൂടുതൽ കൊടുക്കാറുള്ളത്. എന്തെങ്കിലും അണ്ടർലൈങ് ഫാക്ടേഴ്സോ അല്ലെങ്കിൽ കോസസോ ഉണ്ടെങ്കിൽ മെഡിസിൻസും കൊടുക്കും. വളരെ അനീമിക് ആണെങ്കിൽ അതിനുള്ള മെഡിസിൻ കൊടുക്കും. വൈറ്റമിൻ ഡിന്റെ ഡെഫിഷ്യൻസിക്കുള്ള കൊടുക്കും. ഗട്ട് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യും.
അങ്ങനെ യെസ്, ഇതൊക്കെയാണ് നമ്മൾ പൊതുവെ ഈ പറയാറുള്ളത്. അയൺ ഡെഫിഷ്യൻസി ഗവൺമെന്റും ഈ സപ്ലിമെന്റ്സ് ചെയ്യുന്നുണ്ട്. അത് അധികം സ്കൂൾസിന് വേണ്ടിയിട്ടാണ്, കോളേജസിലേക്കൊന്നും അത് അങ്ങനെ എത്താറില്ല. സ്കൂൾസ് തന്നെ, ഗവൺമെന്റ് സ്കൂൾസിലേ അത് എത്തുള്ളൂ. എയ്ഡഡ് ആൻഡ് നോൺ എയ്ഡഡിലേക്കൊന്നും അത് എത്തിയിട്ടില്ല. ഈ പ്രഗ്നന്റ് ലേഡീസിന് ഈ സമയത്ത് ഇതുപോലെ അയൺ ഡെഫിഷ്യൻസി നല്ല രീതിയിൽ അതെ, അത് നമുക്ക് അയൺ സപ്ലിമെന്റ്സ് കൊടുക്കാറുണ്ട്, ഫോളിക് ആസിഡിന്റെ സപ്ലിമെന്റ് കൊടുക്കും. പിന്നെ ആ സമയത്ത് ഇപ്പം എന്താണോ കണ്ടീഷൻ, പ്രഗ്നന്റ് ലേഡീസ് ഒക്കെ ഓരോരുത്തരും ഓരോരോ രീതിയിലാണ് അവരുടെ ആ ഒരു പ്രഗ്നൻസി മാനിഫെസ്റ്റേഷൻ ഉണ്ടാവുക. അതിനനുസരിച്ചിട്ട് അതിനാണ് നമ്മൾ ഈ റുട്ടീൻ ചെക്കപ്സ് ഒക്കെ ചെയ്യണത്. അപ്പോൾ ആ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് എന്തൊക്കെയാണോ ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ അതിന് വേണ്ടിയുള്ള സപ്ലിമെന്റ്, പ്രഗ്നൻസിയിൽ നമ്മൾ കാൽഷ്യം സപ്ലിമെന്റ് അതൊക്കെ മസ്റ്റ് ആയിട്ട് കൊടുക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ ഈ ഇറഗുലർ പീരീഡ് വരുന്ന സമയത്ത് ഈ ഓവ്യൂളിന്റെ ക്വാളിറ്റിയിൽ ഡിഫറൻസ് ഉണ്ട്. ഓവത്തിന്റെ ക്വാളിറ്റി എന്നല്ല, പക്ഷെ നമുക്ക് പീരിയഡ്സ് ആവുന്ന എന്താ വെച്ചാൽ ഓരോ മാസവും ഒരു ഓവം റെഡിയാണ് ഫെർട്ടൈൽ ആവാൻ വേണ്ടിയിട്ട്. അതിന്റെ ഇറഗുലർ ആ ടൈം വരുമ്പോൾ നമുക്ക് ആദ്യമേ മനസ്സിലാക്കാൻ പറ്റുമോ ഓവത്തിന്റെ ക്വാളിറ്റി കുറവുണ്ടോ? അങ്ങനെയൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. പിന്നെ നമ്മളൊരു ഇൻഫെർട്ടിലിറ്റി സെഗ്മെന്റിലേക്കൊക്കെ പോകുമ്പോൾ അതിനനുസരിച്ചുള്ള ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ ചെയ്ത് എന്താണ് കണ്ടീഷൻ എന്നൊക്കെ മനസ്സിലാക്കുകയാണ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് പീരിയഡ്സ് ഇല്ല, അപ്പോൾ ഓവം പ്രോപ്പറായിട്ട് എക്സ്പെൽ ആവുന്നില്ല, മെച്യൂർഡ് ആയിട്ടുള്ള ഓവം എക്സ്പെൽ ആവുന്നില്ല, അതിങ്ങനെ സ്ട്രിങ് ഷേപ്പിൽ ഓവറിൽ തന്നെ കിടക്കും. നമ്മൾ നല്ല PCOD ഉള്ള ആൾക്കാരുടെ സ്കാൻ എടുത്ത് നോക്കിയാൽ ഈ പേൾ സ്ട്രിങ് പോലെ ഒരു മാല കോർത്തതുപോലെ അവിടെ ഉണ്ടാവും. ഒരു സ്റ്റോറേജ് എന്നൊന്നും അല്ല, സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജിൽ നമുക്ക് അങ്ങനെ പറയാം, അത് അവിടെ ഉണ്ടാവും. അപ്പൊ അതിനെയൊക്കെ എക്സ്പെൽ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പൊ ജസ്റ്റ് ഒരു എന്താ പറയാ, ഒരു ഇറഗുലർ ആയിട്ട് വരുമ്പോ ഒന്നും നമ്മള് പാനിക് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഡെഫിനറ്റ്ലി പാനിക് ആവേണ്ട. പക്ഷേ എന്താ, ശ്രദ്ധിക്കണം, നിങ്ങൾ കെയർഫുൾ ആയിരിക്കണം. എന്തുകൊണ്ടാണ് വരുന്നത് നോക്കണം. പല കാര്യത്തിനും നിങ്ങൾ പൈസ ചിലവാക്കി പുറത്തു പോകുന്നവരാണ്. അപ്പോൾ ഒരു ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് അതിനുള്ളൊരു ടൈമും അതിനുള്ളൊരു പല കാര്യത്തിനും ചിലവാക്കെങ്കിലും സ്വന്തം ശരീരത്തിന് വേണ്ടി ചിലവാക്കുന്ന ആൾക്കാർക്ക് കുറച്ച് പിശുക്കാണ്. ഇപ്പൊ ഞങ്ങളുടെ ട്രീറ്റ്മെന്റിന്റെ കാര്യത്തിലാണെങ്കിലും അത്രയും, ഇനി ഒരു മരുന്ന് കൊടുക്കുമ്പോഴും ഇത്രയും ജങ്ക് ഫുഡ് കഴിച്ചിട്ടായിരിക്കും വരുന്നത്. ഒരു മരുന്ന് എഴുതി കൊടുത്ത് ആദ്യം ചോദിക്കുക അതിന് സൈഡ് എഫക്റ്റ് ഉണ്ടോ എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു രീതിയിലൊന്നും അല്ലാതെ നമ്മൾ കുറച്ചും കൂടെ ഒരു അവെയർ ആയിരിക്കണം. എൻ്റെ ഹെൽത്ത് അല്ലെങ്കിൽ എൻ്റെ ബോഡിയിൽ എന്ത് മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് എന്നുള്ളത് എനിക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ മനസ്സിലാവുക. അപ്പൊ അതിനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരാളെ കാണിക്കുക. അത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡോക്ടറെ കാണിക്കുക, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ന്യൂട്രീഷനിസ്റ്റിന്റെ അടുത്ത്, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫിറ്റ്നസ് ട്രെയിനർ. അത് നിങ്ങൾ കണ്ടുപിടിച്ച് ചെയ്യണം. അല്ലാതെ എൻ്റെ ഫ്രണ്ട് ഇന്ന സ്ഥലത്ത് പോയി കമ്പയർ ചെയ്തിട്ട് ചെയ്യാൻ പറ്റില്ല. ഞാനാണ് എന്റെ ശരീരത്തിനെ ഒബ്സർവ് ചെയ്യേണ്ടത്, അതിലൂടെ ഞാൻ എന്റെ ശരീരത്തിനെ മനസ്സിലാക്കണം. അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്യണം. അപ്പൊ ഫസ്റ്റ് ഇനീഷ്യേറ്റീവ് ഞാൻ തന്നെയാണ് എടുക്കേണ്ടത്. നമ്മൾ തന്നെയാണ് നമ്മളെ കെയർ ചെയ്യേണ്ടത്. ഇത് മെയിൻലി ഗവൺമെന്റ് സ്കൂളുകളാണ് ഞാൻ പറഞ്ഞത്. അപ്പം എല്ലാ സ്കൂളുകളിലും ഇത് എത്തുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക് ഇപ്പോൾ സിലബസിൽ ഉണ്ടോ, അല്ലെങ്കിൽ ഔട്ട് ഓഫ് സിലബസ് ആണെങ്കിലും ഇതേപോലത്തെ അവയർനെസ് ക്ലാസ്സുകൾ ബാക്കി ആൾക്കാർ കണ്ടക്ട് ചെയ്യുന്നുണ്ടോ? പല ആൾക്കാരും അവയർനെസ് ക്ലാസ്സസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ കണ്ടത് എന്താ വെച്ചാൽ ഗവൺമെന്റ് സ്കൂളിൽ ഇതൊരു പ്രോജക്റ്റ് ആയതുകൊണ്ട് അവർ മസ്റ്റ് ആയിട്ട് വിളിക്കും. ഇപ്പം എന്നെ പോലെ കുറെ ഡോക്ടേഴ്സ് ഉണ്ട്, അവർ ആരെങ്കിലും ഒക്കെ വിളിച്ചിട്ട്, ഗവൺമെന്റ് സ്കൂളിൽ ഇത് മാത്രമല്ല കേട്ടോ, മെന്റൽ വെൽബീങ്ങിനെ പറ്റിയിട്ടും ക്ലാസ് സെഷൻ കൊടുക്കുന്നുണ്ട്. ഇത് പിന്നെ ലൈഫ് സ്റ്റൈൽ, ഇങ്ങനെ 3 സാധനങ്ങളാണ് ഗവൺമെന്റ് സ്കൂൾസിൽ അവർ മസ്റ്റ് ആയിട്ട് ചെയ്യുന്നത്. പ്രൈവറ്റ് സ്കൂൾസിൽ എനിക്ക് അറിയില്ല ഇത് എത്രത്തോളം എത്തുന്നുണ്ട് എന്നുള്ളത്. കമ്പൽസറി ആയിട്ടൊന്നും ഒരു സ്ഥലത്തും ഇത് ചെയ്ത് കണ്ടിട്ടില്ല. പക്ഷെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവർ ശരിക്കും ഇത് അവരുടെയും കൂടെ ഒരു എന്താ പറയുക, ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി പോലെയോ, അല്ലെങ്കിൽ മസ്റ്റ് ആയിട്ടും ഒരു 9th സ്റ്റാൻഡേർഡ് മുതൽ 11th സ്റ്റാൻഡേർഡ് വരെയുള്ള കുട്ടികൾക്കുള്ള എഡ്യൂക്കേറ്റ് ചെയ്യുമ്പോഴാണ് കൂടുതൽ അവര് മനസ്സിലാക്കുന്നത്. അത് പിന്നെ അവർ ചിലപ്പം ഫ്യൂച്ചറിലേക്ക്, ഇപ്പൊ നമ്മൾ 100 ആളെ പഠിപ്പിച്ചാലും അതിലൊരു 10 പേരായിരിക്കും അത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവുക. അറ്റ്ലീസ്റ്റ് 10 പേരെങ്കിലും അവെയർ ആവുന്നുണ്ടല്ലോ, അതൊരു പോസിറ്റീവായിട്ട് കാണാം. അതെ, അറിഞ്ഞിരിക്കണം, മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. സോ മാമിന് നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് ഒരു ഗിവ് അവേ ആയിട്ട് പറയാനുള്ളത്? ഒരു ഗിവ് അവേ ആയിട്ടല്ല, പക്ഷെ നിങ്ങൾ നല്ല ലൈഫ് സ്റ്റൈൽ സ്വീകരിക്കുക. ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം മുതലേ പറഞ്ഞ പോലെ നല്ല ഫുഡ് കഴിക്കുക. എന്താണോ ഇത്രയും കാലങ്ങളായിട്ട് നമ്മൾ കഴിച്ചു വന്ന ഫുഡ്, ആ ഫുഡ് കഴിക്കുക. യാതൊരു വിധത്തിലും പ്രോസസ്ഡ് ഫുഡ് അല്ല, നമ്മൾ സാധാരണ കഴിക്കുന്ന ഫുഡില്ലേ, ഇഡ്ഡലി, ദോശ, ചോറ്, കഞ്ഞി, പഴം, വാട്ടെവർ, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും. അല്ലാതെ നമ്മൾ ഒരു പ്രോട്ടീൻ ഡയറ്റ് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ, ആ രീതിയിലേക്കൊന്നും പോവാതെ എനിക്ക് തോന്നുന്നു 3rd സ്റ്റാൻഡേർഡിലോ 4th സ്റ്റാൻഡേർഡിലോ ബാലൻസ്ഡ് ഡയറ്റിനെ പറ്റി പഠിക്കുന്നുണ്ട്. അതായത് നമുക്ക് വേണ്ടത് ബാലൻസ് ന്യൂട്രീഷൻ ആണ്, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, മിനറൽസ് എന്നുള്ള ആ ഒരു സെഗ്മെന്റ്. എന്തുകൊണ്ടോ വലുതായി വരുമ്പോൾ നമ്മൾ അതിൽ പലതും കട്ട് ചെയ്യാണ്. അങ്ങനെ കട്ട് ചെയ്യാതെ ആ ഒരു പോർഷൻ കൺട്രോളിൽ എല്ലാ ഫുഡും പ്രോപ്പർ ആയിട്ട് കഴിക്കുക.
നന്നായി വെള്ളം കുടിക്കുക, നല്ല എക്സസൈസ് ചെയ്യുക. അത് എന്ത് തരത്തിലും ആവട്ടെ, പക്ഷേ നടക്കാൻ പോകുന്നത് മാത്രം ഒരു എക്സസൈസ് അല്ല. നിങ്ങൾ നിങ്ങളുടെ കോർ സ്ട്രെങ്തൻ ചെയ്യുക, അല്ലെങ്കിൽ മസിൽ ഫിറ്റ്നസ് നോക്കുക, എബ്ഡോമന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, എയറോബിക് ആയിട്ടും അനൈറോബിക് ആയിട്ടുള്ള എക്സസൈസ് ചെയ്യുക, എന്തെങ്കിലും ഒരു സ്പോർട്ട് ആക്ടിവിറ്റി നിങ്ങൾ ചെയ്യുക. അത് മെന്റൽ വെൽബീയിങ്ങിനും കൂടെ നല്ലതായിരിക്കും. നല്ല ഉറക്കം, റെസ്റ്റ് മസ്റ്റ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെ ചെയ്ത് നല്ല രീതിയിൽ ജീവിക്കുക. അത് തന്നെയാണല്ലോ ഒരു ഗിവ് അവേ ആയിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു മാം, താങ്ക് യു ഫോർ ദിസ് വണ്ടർഫുൾ ഇൻഫർമേഷൻ. താങ്ക് യു. എല്ലാവർക്കും ഈ ഒരു എപ്പിസോഡ് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.